കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച വാഹനങ്ങളുടെ 10 വർഷം 15 വർഷം 20 വർഷം കാലാവധിയായ വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷന് വരുമ്പോൾ കേന്ദ്ര സർക്കാർ കുത്തനെ വർദ്ധിപ്പിച്ച ചാർജുകളെ 50% വെട്ടിക്കുറയ്ക്കുകയാണ്. അപ്പോൾ അവർ വർദ്ധിപ്പിച്ചതിനെ നേരെ പകുതിയായി കുറയ്ക്കുന്നു, ചിലതിൽ മാറ്റം വരുത്തുന്നില്ല. ഇതിന് വിശദമായ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച തുകയും നമ്മളിപ്പോൾ വെട്ടിക്കുറച്ച് വെച്ചിരിക്കുന്ന തുകയും ഞാൻ നിങ്ങൾക്ക് പത്രസമ്മേളനത്തിന് ശേഷം ഒരു കോപ്പി തരുന്നതായിരിക്കും, വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കേന്ദ്ര സർക്കാർ ഈ പഴയ വാഹനങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുമ്പോൾ വലിയ തുകയാണ് ചാർജ് ചെയ്തിരുന്നത്. ഒരു 15 വർഷം 20 വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് വലിയ തുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്ന് നിലവിലുള്ളതിനേക്കാളൊക്കെ ഒരു 4-5 ഇരട്ടിയൊക്കെ വർധനമാണ്. ഇത് സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ടും സംസ്ഥാന സർക്കാരിൽ ഇതിൽ കുറവ് വരുത്താൻ അധികാരമുണ്ട് എന്ന് ആദ്യം അധികാരം ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് വെട്ടി കുറയ്ക്കാൻ നടപടിയെടുക്കാൻ പറഞ്ഞു. അതനുസരിച്ച് നമ്മൾ എല്ലാം കുറച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ വർധനവുകളെയും ഏറ്റവും കുറഞ്ഞത് 50% വെട്ടിക്കുറവ് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ, ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ വാഹനങ്ങളാണെങ്കിൽ 20 അല്ല 30 അല്ല 50 വർഷമായാലും രജിസ്റ്റർ ചെയ്യാം. പ്രൈവറ്റ് ബസ് പോലും 26 വർഷം 25 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷേ സർക്കാർ വാഹനങ്ങളെ 15 വർഷം കഴിഞ്ഞാൽ ഉടൻ സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അത് സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകും. അതായത് പ്രത്യേകിച്ച് പോലീസ് വകുപ്പ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ്, വനം വകുപ്പ്, ഇവർക്കെല്ലാം വലിയ കുഴപ്പം സംഭവിക്കും. കാരണം എന്ന് വെച്ചാൽ അവരെ വണ്ടികൾ, ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ വണ്ടി, ഒരു ഫയർ എഞ്ചിൻ 15 വർഷം കഴിഞ്ഞാലും 1,00,000 കിലോമീറ്റർ ഓടില്ല. കാരണം തീ പിടിക്കുമ്പോൾ മാത്രം ഓടിയാൽ പോരെ. അപ്പോൾ ഇതിനെല്ലാം 15 വർഷം കഴിയുമ്പോൾ സ്ക്രാപ്പ് ചെയ്ത് കളയുക പറഞ്ഞാൽ കോടാനുകോടി രൂപ, ആയിരക്കണക്കിന് 10,000-കണക്കിന് കോടി രൂപ സർക്കാർ ചിലവാക്കിക്കൊണ്ടേ പുതിയ വണ്ടി വാങ്ങാൻ പറ്റും. ഇപ്പോൾ സ്ക്രാപ്പ് ചെയ്ത് കളയുന്ന വണ്ടിക്ക് വരെ പുതിയ വണ്ടി വാങ്ങിച്ചല്ലേ പറ്റൂ. ആംബുലൻസുകൾ, ആരോഗ്യവകുപ്പിൻ്റെ ഏതാണ്ട് 860-ലധികം ആംബുലൻസുകൾ സ്ക്രാപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ 15 വർഷം കഴിഞ്ഞ വണ്ടികളെ, സർക്കാർ വണ്ടികളെ കാലാവധി നീട്ടുവാൻ സർക്കാർ തീരുമാനിച്ചു. 3 വർഷം.